മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ KG ജ്യോതിർ ഘോഷിൻ്റെ ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം വായനക്കാർ ഏറ്റെടുത്തുവെന്ന ശുഭകരമായ വാർത്ത വരുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. നാം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും തിരഞ്ഞെടുക്കുകയാണ്. മൃഗങ്ങൾക്ക് ആ ഉത്തരവാദിത്വമില്ല. ഞാൻ താങ്കളോട് എന്ത് സംസാരിക്കണം, അല്ലെങ്കിൽ താങ്കൾ എന്നോടെന്ത് സംസാരിക്കണം, എങ്ങനെ പ്രതികരിക്കണം, ഓരോ സംഭാഷണത്തിലും ഏത് വാക്ക് വേണം ഉപയോഗിക്കേണ്ടത്, ഏത് സ്വരത്തിൽ വേണം, സ്വരവേഗം എങ്ങനെയാകണം, എത്ര ഉച്ചത്തിൽ വേണം തുടങ്ങി അനേക തീരുമാനങ്ങൾ. ഒരു ചെറിയ മൂളലിൽ പോലും അതിലെന്തെങ്കിലും ഒന്ന് തെറ്റിയാൽ മതി നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ മാറ്റം വരും. മാധ്യമപ്രവർത്തകനിൽ നിന്ന് എഴുത്തുകാരനിലേക്ക് ഇതുവരെ KG ജ്യോതിർ ഘോഷ് മലയാളികൾക്ക് സമ്മാനിച്ചത് 4 പുസ്തകങ്ങൾ. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഭയങ്കര രസകരമായ ഒരു സാധനമാണ്. അത് ഭയങ്കര സർഗാത്മകമാണ്. ഞാനതിൻ്റെ റിപ്പോർട്ടിങ്ങിലും എൻ്റെ എഡിറ്റിങ്ങിലും ഒരേപോലെ പ്രവർത്തിച്ചിരുന്നു. അത് പേജിൻ്റെ ലേഔട്ടിലാണെങ്കിലും പ്രസൻറ്റേഷനാണെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും ഒക്കെ സർഗാത്മകത ഏറ്റവും ആവശ്യം വേണ്ട സാധനമാണ്. അത് ഭയങ്കര രസമാണ്. അതിപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, രസിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് സാധനം. തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെയാണ് ആ ഒരു രസത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടമാണ് എൻ്റെ എഴുത്ത്. അല്ല, ഞാൻ അങ്ങനെ എഴുത്തുകാരനാവണമെന്നുള്ള ആഗ്രഹത്തിലൊന്നും വന്ന കൂട്ടത്തിലൊന്നുമില്ല. സുഖം തേടിയുള്ള മനുഷ്യയാത്രയ്ക്കൊരു ദിശാസൂചിക എന്ന് വിശേഷിപ്പിക്കാം ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന ജ്യോതിർ ഘോഷ് പുസ്തകത്തെ. ഗുരുദർശനമാണ് പ്രധാന ഇതിവൃത്തം. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം മനുഷ്യൻ്റെ മനസ്സിനെ എങ്ങനെ സുഖത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഗുരു ഇതിനകത്ത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് പറഞ്ഞത് സുഖത്തിൻ്റെ കാര്യത്തിൽ. അതായത് ആഴണം വാഴണം സുഖം, ഒരു കോംപ്രമൈസും ഇല്ലാതെ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് മനുഷ്യന് അവകാശപ്പെട്ടതാണ് സുഖം. പക്ഷേ ഇന്ന് നമ്മുടെ പൊതുമണ്ഡലത്തിലുള്ള സംഭാഷണങ്ങളായിക്കോട്ടെ, ചർച്ചകളായിക്കോട്ടെ, എന്തിനു പറയുന്നു, വീട്ടിനകത്ത് സംഭാഷണങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ അസുഖത്തിൽ നിന്നുണ്ടാവുന്നു. കേരളത്തിന്റെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിനെ ചട്ടക്കൂടുകളിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള രാഷ്ട്രീയ മറുപടി കൂടിയാണ് ഈ പുസ്തകം. മാതൃഭൂമിയാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. 24 കൊച്ചി. ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന ഈ പുസ്തകം കൂടുതൽ വായനക്കാരിലെത്തട്ടെ നമുക്ക് ആശംസിക്കാം. KG ജ്യോതിർ ഘോഷ് വളരെ തലമുതിർന്ന പത്രപ്രവർത്തകനാണ്. ഒരുപാട് കാലം മാതൃഭൂമി ദിനപത്രത്തിലായിരുന്നു അദ്ദേഹം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ആദ്യമായിട്ട് ദൂരദർശനിൽ ഒരു നിമിഷം എന്ന ഈ പരിപാടി അവതരിപ്പിച്ച കാലമായിരുന്നു. വളരെ ഒരു 1993 കാലമാണ് ഞാനീ പറയുന്നത്. അന്ന് ഈ പരിപാടി അവതരിപ്പിച്ചതിന് ശേഷം ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നറിയാൻ ഒരു വഴിയുമില്ല. അങ്ങനെയാണ് ചിത്രഭൂമി എന്ന് പറഞ്ഞ ഈ മാതൃഭൂമിയുടെ തന്നെ പ്രത്യേകണത്തിൽ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കോളം ഉണ്ടായിരുന്നു അന്ന്. KG ജ്യോതിർ ഘോഷിൻ്റെ കോഷ് ഇത് സൂപ്പർ പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കോളം എഴുതിയത്. ശരിക്കും എനിക്കൊരു ആത്മവിശ്വാസം പകരാൻ ജ്യോതിർ ഘോഷിൻ്റെ കോളം ഉപകരിച്ചു എന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. താങ്ക് യു KG ജ്യോതിർ ഘോഷ്.